ഹായ് ടോവി. ഹലോ ഹലോ ഹായ്. സുഖമാണോ? സുഖമാണ്, സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട്. എല്ലാവരും ഭയങ്കര എനർജി ഒക്കെ ആയിട്ട് നല്ല സന്തോഷമാണ്. ഞാൻ ഭയങ്കര ഒരു ഫാനാണ് ടോവിയുടെ. താങ്ക് യു സോ മച്ച്. 2021 തോന്നുന്നു ഞാൻ ടോവിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. എന്തായിരുന്നു? പതുക്കെ പറ. എന്തായിരുന്നു ആ ഗിഫ്റ്റ്? ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളൊരു ഗിഫ്റ്റ്. സാധാ ഒരു. അല്ല, വീട്ടിലേക്കാണോ അയച്ചത്? അതെ അതെ, വീട്ടിലേക്ക് അയച്ചു. ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ആരെ അയച്ചതെന്ന് അന്വേഷണം നടക്കുകയായിരുന്നു ഞാൻ. താങ്ക് യു. എനിക്ക് തോന്നുന്നു എന്റെ ഹസ്ബൻഡ് ഇത് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. സന്തോഷം, താങ്ക് യു. ഓക്കെ. അല്ല, എന്റെ വീട്ടിലേക്ക് അയക്കുന്ന സാധനങ്ങൾ എന്റെ പേരിൽ അയക്കുന്ന എനിക്ക് എന്നെ കിട്ടും. നിങ്ങളൊന്ന് അയച്ചു നോക്ക്. ഓക്കെ, ബാക്കി. എൻ്റെ ചോദ്യം, ഗോദ, മിന്നൽ മുരളി രണ്ടിലും ബേസിൽ ജോസഫ് ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ടൊവിനോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഗോദയിൽ മണ്ണി കിടന്ന് ഉരുണ്ടിട്ട് എഡിറ്റിങ്ങിൽ വന്നപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ ചോദ്യം, ടൊവി ഡയറക്ടറായി ബേസിലിനെ വെച്ചൊരു സിനിമ ചെയ്യുവാണെങ്കിൽ എന്ത് ക്യാരക്ടർ കൊടുക്കും? അവന് പണി കൊടുക്കാൻ വേണ്ടി ഞാനും ഡയറക്ടറായിട്ട് അവനൊരു സിനിമ ചെയ്താൽ മാത്രം പോരെ? അല്ല, ബേസിൽ എന്ന കൂട്ടുകാരനെ ഓർത്ത് വേണ്ട, ആ എഡിറ്റ് ചെയ്തത് മാത്രം ഓർത്ത് പറഞ്ഞാൽ മതി. ഏത് ക്യാരക്ടർ കൊടുക്കും? അല്ല, അങ്ങനെ ബേസിൽ എനിക്ക് പണി തരാൻ വേണ്ടി ചെയ്തതല്ല എന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രതികാര നടപടികളൊന്നുമില്ല. ഈ സിനിമയിൽ വിളിച്ച് കുറേ ദിവസം രാത്രി ഉറക്കുളച്ച് ഷൂട്ട് ചെയ്യിപ്പിച്ച് കുറച്ചൊക്കെ ജിതിനെ വെച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു മൈൻഡിലൊരു എന്ത് ക്യാരക്ടർ കൊടുത്താൽ ബേസിലിനെ കഷ്ടപ്പെടുത്താം? അവന് ഒരു റോക്കി ബോയുടെ ക്യാരക്ടർ കൊടുത്തിട്ട് അവന് എടുത്താൽ പോകാത്തൊരു ചുറ്റിയും കൊടുത്ത് ഇറക്കി വിടാം KGF-ലേക്ക്. താങ്ക് യു ടോവി, താങ്ക് യു. ഹലോ. ഹായ് ടൊവിനോ. ഹലോ, നമസ്കാരം. ടൊവിനോ, ആദ്യമായിട്ടൊരു നന്ദി പറയാണ് ടൊവിനോനോട്. എൻ്റെ നാട്ടിലുള്ളൊരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻ്റ് അടിച്ചു, പിന്നെ ടൊവിനോ ഇതിന് റിപ്ലൈ ചെയ്താലേ ഞാൻ പഠിക്കുമെന്ന്. ഇപ്പോൾ ആ കുട്ടി എല്ലാത്തിലും A+ കിട്ടി, പിന്നെ അടിപൊളിയായിരിക്കുകയാണ്. അത് വെറുതെ മറ്റേ ആ തണ്ണിമത്തം കടിച്ചു എന്നവനാണോ? ഞാൻ അവനോട് പോയിരുന്നു പഠിക്കാൻ പറഞ്ഞ അവൻ പഠിച്ചാ? അവൻ പഠിച്ചു, ഫുൾ A+ കിട്ടി. എന്റെ പൊന്നെ, അവനോട് എന്റെ കൺഗ്രാജുലേഷൻ പറയണേ. ഓക്കെ, ഞാൻ പറയാം. നാട് ഏതായിരുന്നു? നമ്മുടെ നാട് തന്നെ. അതാണ് കണ്ട, പറഞ്ഞ പോലെ തീർച്ചയായും. എൻ്റെ ചോദ്യം ഇതാണ്, താങ്കൾ തീവ്രം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തൽക്കാലം നമുക്ക് വളരെ അനുഗ്രഹീതരായിട്ടുള്ള കുറേ നല്ല സംവിധായകരുണ്ട്. അവരിൽ പലരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന അത്രയ്ക്ക് നന്നായിട്ട് സംവിധാനം ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഗംഭീര സംവിധായകരാൽ അനുഗ്രഹീതരാണ്. അപ്പോൾ തൽക്കാലം അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇത് പണ്ടത്തേനേക്കാൾ ഒരുപാട് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സ്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പറായിട്ട് ഇതിനെപ്പറ്റി ഇനിയും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സംവിധാനം ചെയ്യാനായിട്ട് ഗംഭീര ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്, അവർ ചെയ്യട്ടെ. താങ്ക് യു. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. One more question. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സ്ക്രീനിൽ മാത്രം കാണുന്ന രണ്ട് ഇഷ്ടതാരങ്ങളെ നേരിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുകയാണ്, ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറ്റുകയാണ്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വളരെ ഫേവറേറ്റ് ആക്ടേഴ്സാണ് രണ്ടുപേരും. എൻ്റെ ക്വസ്റ്റ്യൻ സുരഭി ചേച്ചിയോടാണ്. ചോദിക്കൂ. സുരഭി ചേച്ചി ഇപ്പോൾ മിന്നാമനുങ്ങാണെങ്കിലും പത്മയാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഓഫ് റോൾസ് ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് റോള് പറഞ്ഞാൽ പത്മയിലാണ്. പക്ഷേ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ചെയ്ത ആളാണ് സുരഭി ചേച്ചി. സുരഭി ചേച്ചിക്ക് ഏതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന റോള്? അത് ചാലഞ്ചിങ് എന്നുള്ളതല്ല, ഏറ്റവും കഷ്ടപ്പെട്ട് 10-11 ദിവസം കൊണ്ട് ഒരു സിനിമ അഭിനയിച്ച് തീർത്തത് മിന്നാമിനുങ്ങ് എന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോട്ട് നിരോധനം വന്നിട്ട് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നത് മാറിപ്പോയി. അവസാനം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ തന്നെ ഒരു 5:30 മണിയാകുമ്പോൾ ലൈറ്റൊക്കെ, പിന്നെ ലൈറ്റൊന്നും എടുക്കാൻ പ്രൊഡ്യൂസർക്ക് പൈസയൊക്കെ വളരെ കുറഞ്ഞപ്പോൾ രാവിലെ
5:30 മണിയാകുമ്പോൾ എന്നെ തിരുവനന്തപുരത്തേക്ക് ഇറക്കി വിടും. എന്നിട്ട് അവിടെ പോയിട്ട് അത് ചെയ്യണം, ഇവിടെ പോയിട്ട്, അങ്ങനെ വൈകുന്നേരം രാത്രി 12 മണി വരെയൊക്കെ നിന്നിട്ടാണ് 10-24 ദിവസം പ്ലാൻ ചെയ്ത ഷൂട്ട് 11 ദിവസം കൊണ്ട് തീർത്തത്. അപ്പോൾ ആ സിനിമ എന്തോ അങ്ങനെ ആയതുകൊണ്ട് ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയതുകൊണ്ടും ആ സിനിമയോട് ഇഷ്ടമുണ്ട്. പിന്നെ കുമാരി എന്നുള്ള സിനിമ ചെയ്യുമ്പോഴാണ് കുറച്ചധികമായിട്ട് നമ്മൾ ട്രൈബൽസിൻ്റെ അടുത്തൊക്കെ പോയി ആ ഒരു ഭാഷയൊക്കെ പഠിച്ച് 3-4 മണിക്കൂറൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത്, അപ്പോൾ ഓരോ ക്യാരക്ടറിനും അതുപോലെ തന്നെ ഈ മാണിക്യത്തിനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, പത്മയ്ക്കാണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആക്ടേഴ്സ് ഓൾവേസ് ബെഗേഴ്സ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേറെ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ റൈറ്റേഴ്സും തരുന്ന ക്യാരക്ടേഴ്സേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഉള്ളിലുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണം, അതൊന്ന് എഴുതൂ എന്ന് പറയാൻ പറ്റുന്നൊരു അത്രയും വലിയൊരു ആക്ടർ ആയിട്ടില്ല ഞാൻ. അതിലേക്കുള്ള ഒരു യാത്രയും കൂടിയാണ്. അപ്പോൾ കിട്ടുന്നത് ഏറ്റവും മനോഹരമാക്കി ചെയ്യാൻ, അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാ റോളും വളരെ സന്തോഷത്തോടു കൂടി ചാലഞ്ചോടു കൂടി വളരാനുള്ളതായിട്ട് കാണുന്നു. താങ്ക് യു വെരി മച്ച്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ സുരഭി. മറ്റുള്ള സിനിമകളിൽ നിന്ന്, ഇപ്പം ഇത്രയും നാൾ ചെയ്തിട്ടുള്ള മൂവീസിൽ നിന്നും ഈ ഒരു ARMലെ ക്യാരക്ടേഴ്സ് സുരഭി എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് കാണുന്നത്? ഇനി ലൈക്ക് ചേഞ്ചസ് അല്ല, എൻ്റേത് അങ്ങനെ കൂടുതലും ഞാൻ പല സമയത്തും എന്താ പറയുക, വേലക്കാരിയായിട്ടും പാൽക്കാരിയായിട്ടും പത്രക്കാരിയായിട്ടും അല്ലെങ്കിൽ ഒരൊറ്റ സീനിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഡയലോഗ് ഇല്ലാത്ത സീനിൽ നിന്ന് തുടങ്ങി, പിന്നെ ഒരു ഡയലോഗ് കിട്ടി, പിന്നെ അപ്പോൾ ഒരു ഡയലോഗ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനിക്കൊരു ഡയലോഗ് കിട്ടി ഈ സിനിമയിൽ എന്നുള്ളതാണ്. പിന്നെ ഒരു പേജ് തന്നിട്ട് ഒരു സീൻ കിട്ടി എന്നുള്ളതായിരുന്നു സന്തോഷം. പിന്നെ 2-3 സീനിലുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ സഹോദരനായിട്ടുള്ള സുധീഷേട്ടൻ ഇവിടെ ഉണ്ട്. ഞാൻ അദ്ദേഹം സിനിമ കാണാൻ വേണ്ടി ബൈ ദ പീപ്പിൾ കാണാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, തുമ്മരുത്, കാരണം ആ സമയത്ത് എൻ്റെ സീൻ ചിലപ്പം പോകും, ആക്ച്വലി ഇതൊക്കെ പറയുമ്പോഴേക്കും എന്നെ മാറിപ്പോവുക. അങ്ങനെ ഞാനാണെങ്കിലും ടൊവി ആണെങ്കിലും ഒക്കെ തന്നെ ആഗ്രഹം കൊണ്ട്, ഈ ഒരു മീഡിയയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നിട്ടുള്ള ഒരു ആളുകളാണ്. അപ്പം അതുകൊണ്ട് കിട്ടുന്നത് എന്തും വ്യത്യസ്തമാക്കാനും അല്ലെങ്കിൽ അതുകൊണ്ടൊരു മുന്നോട്ടുള്ള ഒരു സീൻ കിട്ടുമ്പോൾ ഇത് അടുത്ത സിനിമയിൽ നന്നായിട്ട് അഭിനയിക്കുമെന്ന് കാണിക്കണം, പിന്നെ അടുത്തൊരു സിനിമ കിട്ടണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വെച്ചിട്ട് അഭിനയിച്ച് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ മാണിക്യം വ്യത്യസ്തമാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു കാര്യം. സുജിത്തേട്ടനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടറും ആ സ്ക്രിപ്റ്റിൽ ആ സമയത്തുണ്ടായതല്ല, അവർ എന്ന് എവിടെ ജീവിച്ചു എന്താണ് അതേ രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും ഒരു വർക്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പണിയെടുക്കേണ്ടി ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും വന്നിട്ടില്ല. എന്ത് ചോദിച്ചാലും ഉത്തരമുള്ള ഒരു റൈറ്ററും ഡയറക്ടറും ക്യാമറാമാനും ഒരു ക്രൂവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്, താങ്ക് യു. ആൻഡ് ബിഫോർ കൺക്ലൂഡിങ് ഒരു ചോദ്യം കൂടി. ടൊവി മുൻപ് പറഞ്ഞിരുന്നു ജിതയിൽ വന്നപ്പം ഇതേപോലെ പോയി അഭിനയിച്ചിരുന്നു എന്ന്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു മാധ്യമത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഇവിടുന്ന് പോയി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സെയിം മൂവിക്ക് വേണ്ടി, ARMന് വേണ്ടി. അപ്പം ഒരു നീണ്ട കാലയളവ്, 6 വർഷക്കാലം അല്ലേ, 6-8 വർഷക്കാലം. അപ്പം അങ്ങനെ വരുമ്പം ബാക്കി മൂവീസ് ഈ സമയത്ത് ചെയ്യുന്നുമുണ്ടായിരുന്നു ടൊവി? അല്ല, ഞാൻ ഈ സിനിമയിൽ ഭാഗമായെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ പാരലലി മറ്റു സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. സുജിത്തേട്ടനും ഇതിൻ്റെ റൈറ്റർ സുജിത്തേട്ടനും ജിതിൻ ഇതിൻ്റെ സംവിധായകൻ, അവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഒരു 25ഓളം ഡ്രാഫ്റ്റുകൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്, ഓരോന്നും കറക്റ്റ് ചെയ്ത് എൻ്റെ ഒട്ടുമിക്ക ആ സമയത്ത് നടന്നിട്ടുള്ള സിനിമകളുടെ സെറ്റിലും ഇവർ വരികയും ഞങ്ങളിരുന്ന് ഈ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ഒരു 2022 ഒക്ടോബറിലാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്പും അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കളരി പഠനവും ഒക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ ഇത്രയും കൊല്ലം സഞ്ചരിച്ചത് ഈ 2 പേരും പിന്നെ ഇതിനകത്തുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്ന ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഈ ജദ്ദയിൽ ഇതേപോലെ തന്നെ പരിപാടിക്ക് വന്നിട്ട്, അത് ഈ അജയൻ്റെ 2ാം മോഷണത്തിൻ്റെ ഷൂട്ടിനിടയ്ക്കായിരുന്നു. അതിനകത്ത് കുഞ്ഞിക്കേളു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അത് സിനിമയുടെ ഷൂട്ട് ഏകദേശം കഴിയാറായ സമയത്തായിരുന്നു, ഒരു 2023 ഫെബ്രുവരി ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും സമയമാണ് അതിന് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുകയും സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത ആൾക്കാർ ഈ സിനിമയിൽ കുറേ പേരുണ്ട്. താങ്ക് യു സോ മച്ച്.